ഇന്ന് നമുക്കേ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാവേ. അതിനുവേണ്ടി ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇനി മാവ് കുഴയ്ക്കുന്നതിന് വേണ്ടി വെള്ളം എടുക്കുന്നത് ഇതിൻ്റെ നേർപകുതി, അതായത് 1/4 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്താണ് കുഴച്ചെടുക്കുന്നത്. ഞാനിവിടെ പൊടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രം വെച്ച് ഒരു 10 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി പരത്തുന്നതിന് മുൻപായി ഇതുപോലെ ഗോതമ്പ് പൊടിയിലേക്ക് ഇതിൻ്റെ 2 വശവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പരത്തുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചപ്പാത്തി പലയിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ഭാഗവും ഒരേ കനത്തിലായിരിക്കണം. എങ്കിലേ നമ്മൾ തീയിലിട്ട് പൊള്ളിച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗവും പൊങ്ങി വരികയുള്ളൂ. അപ്പോൾ ഈ കനത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നും പൊള്ളിച്ചെടുക്കാം. അതിനുവേണ്ടി ആദ്യം ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ബബിൾസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ബബിൾസ് വന്നതിന് ശേഷം തവയിൽ നിന്ന് മാറ്റി നമുക്ക് തീയിലിട്ട് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും പൊങ്ങി വരുന്നുണ്ട്. മറുഭാഗം കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗവും പൊങ്ങി വന്നാൽ മാത്രമാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. എണ്ണയുടെയോ നെയ്യുടെയോ ഒന്നും ആവശ്യമില്ല. എണ്ണയോ നെയ്യോ ഒക്കെ ടേസ്റ്റിന് വേണ്ടി വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ എണ്ണയില്ലാതെ നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് കാണിച്ചത്. ഞാൻ ആ പറഞ്ഞ അളവില്ലേ, ആ അളവിൽ പൊടിയും വെള്ളം എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ചപ്പാത്തി പൊങ്ങി കിട്ടും കേട്ടോ. പരത്തിയതെല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. എല്ലാം പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി ചപ്പാത്തി എത്ര സോഫ്റ്റാന്ന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.